நாலாவது சங்கீர்த்தனம் 38:4. சங்கீதம் 38:4. என்ற அகர்த்தியங்கள் என்ற தலைக்கு மீதே கவிஞ்சிருக்கின்ற பாரமுள்ள சுமடு போலே அவை எனக்கு அதி கனமாயிருக்கின்ற ഞാൻ എനിക്ക് തന്നെ ഭാരം. ഇവിടെ സങ്കീർത്തനക്കാരൻ എഴുതുന്നു, എൻ്റെ അക്രമം, എൻ്റെ അന്യായം, എൻ്റെ ദുഷ്ടത എൻ്റെ തലയ്ക്ക് മുകളിൽ എനിക്ക് ഭാരം. ആമേൻ, ഹല്ലേലൂയ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു പാപ സ്വഭാവത്തിൻ്റെ അനന്തര ഫലം ക്രൂരമാണ്. ആകയാൽ പാപം ചെയ്യരുതേ, പാപം ചെയ്യുവാൻ നടുങ്ങുവിൻ, പാപം വിട്ട് ഓടുവിൻ. സങ്കീർത്തനം 4:4. എബ്രായർ 12:1 മുതൽ ചില വചനങ്ങൾ. പാപം ചെയ്താലോ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. എസെക്കിയേൽ 18:4 വചനം, 19 വചനം, 20 വചനങ്ങളിൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, നാം പാപം ചെയ്താൽ നമ്മുടെ ദേഹി ചാകും, അകത്തെ മനുഷ്യൻ ചാകും. റോമർക്കെഴുതിയ ലേഖനം 7:11 വചനം നമ്മെ പഠിപ്പിക്കുന്നു, നീ ചെയ്യുന്ന പാപം നിന്നെ ഒരു നാൾ ചതിക്കും, നിന്നെ ഒരു നാൾ കൊല്ലും. സദൃശവാക്യം 2:23 വചനം നമ്മെ പഠിപ്പിക്കുന്നു, നീ ചെയ്യുന്ന പാപം നിന്നെ ഒരു നാൾ പിടിച്ചടക്കും. ആകയാൽ പാപം ചെയ്യരുതേ. പാപം ചെയ്താലോ സ്നേഹസ്വരൂപനായ ദൈവം 59:2 നിന്റെ ശത്രുവായിത്തീരും, ജീവിതം ട്രാജഡിയായിത്തീരും. ആകയാൽ പാപം ചെയ്യരുതേ. പാപം ചെയ്താൽ ഉൽപ്പത്തി 4:7 3 തലമുറകൾ ആ അക്രമം നിന്റെ വീട്ടിൻ്റെ വാതിൽക്കൽ വന്ന് കിടക്കും. ഒരു നന്മയും നിന്റെ കുടുംബത്തിനകത്ത് വീട്ടിനകത്ത് പ്രവേശിക്കുവാൻ അവൻ വിടുകയില്ല. അതാണ് ജെരേമിയ എഴുതുന്ന 5:25. നിന്റെ പാപം നിന്റെ നന്മയ്ക്ക് മുടക്കം വരുത്തും. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിൻ്റെ നീതിയോ ഒന്ന്, കുറ്റം ചെയ്ത ആള് വലിയ പ്രധാനമന്ത്രി ആയാലും ദൈവം വെറുതെ വിടുകയില്ല. ആമേൻ, അതാണ് ദൈവത്തിൻ്റെ നീതി. പുറപ്പാട് 34:7, യാത്രാഗമം 34:7 ചെയ്ത പാപം അക്രമക്കാരന് ദൈവത്തിൻ്റെ നീതി വെറുതെ വിടുകയേയില്ല. ഇത് ഒരു ഭാഗം. അതിന് തക്കതായ ശിക്ഷ കഴിഞ്ഞ ഉപവാസപ്രത്തിൽ നാം ധ്യാനിച്ചതാണ്. 10 ആളുകളെ ഉപദ്രവപ്പെടുത്തിയ രാജകുമാരൻ്റെ ശരീരത്തിൽ 10 കുത്ത്, 9 കുത്തുമല്ല, 11 കുത്തുമല്ല, ശരിക്കും ന്യായമായി വിധിക്കുന്ന ദൈവം നമ്മുടെ ദൈവം. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, അമ്മയുടെ ഗർഭം മുതൽ നസീരനായി വിളിച്ച് വേർതിരിക്കപ്പെട്ട സിംസോൻ
കാണാൻ പാടില്ലാത്തത് കണ്ട്. ന്യായാധിപ പുസ്തകം 16-ാം അധ്യായം 1-ാം വചനം, ന്യായാധിപ പുസ്തകം 16-ാം അധ്യായം 2-ാം വചനം, 3-ാം വചനം, 16-ാം വചനം, 18-ാം വചനം, 20-ാം വചനം, 21-ാം വചനം. കാണാൻ പാടില്ലാത്തത് ഈ പരിശുദ്ധ ഭക്തൻ കണ്ട സ്ഥലത്ത് അവൻ ചെന്ന സ്ഥലത്ത് അവൻ കിടന്ന സ്ഥലത്ത് ഹൃദയത്തിൻ്റെ രഹസ്യം അവൻ പകർന്നപ്പോൾ അവനിൽ വാസമായിരുന്ന ദൈവബലം അവനെ വിട്ടുപോയി. ശത്രുക്കൾ ഓടി വന്ന്, ശത്രുക്കളുടെ പേടി സ്വപ്നമായിരുന്നവൻ ഇപ്പോൾ ശത്രുക്കളുടെ കയ്യിൽ വരും ഒരു കളിവസ്തുവായി. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന പാവട്ട കണ്ട കണ്ണിനെ തന്നെ ശത്രുക്കൾ കുത്തിപ്പൊട്ടിച്ചതായി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അവൻ വെറുതെ വിടുകയില്ല. ദാവീദ് ഒരിക്കൽ സങ്കീർത്തനത്തിൽ അവൻ വാവിട്ട് കരയും, എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു. My bones are impoverished. There is no power. സങ്കീർത്തനം 32:3-4. എൻ്റെ അസ്ഥികളിൽ ബലമില്ല, കാരണം ഈ അസ്ഥി കൊണ്ടാണ് പാപം ചെയ്തത്. അസ്ഥികൾ ക്ഷയിച്ചു. മകനേ, നിന്റെ അക്രമം ഞാൻ ക്ഷമിച്ചു തന്ന് എന്ന് ദൈവശബ്ദം കേൾക്കുന്ന നാളിക വരെ ദാവീദ് ദൈവത്തെ വിട്ടില്ല. ആമേൻ, ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ നീതി. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ ഷഡിശവാക്യം 28:13 നമ്മെ പഠിപ്പിക്കുന്ന ചെയ്തു പോയ അക്രമം ദൈവസന്നിധിയിൽ കടന്നു വന്ന് ഏറ്റുപറഞ്ഞ് നീ അത് ഉപേക്ഷിച്ചാൽ ഔദാര്യമായി ക്ഷമിക്കുന്ന നല്ല ദൈവമാണ് നിന്റെ ദൈവം. അവൻ ദൈവ ശബ്ദം ക്ലിയറായി കേട്ട് 32:5 സങ്കീർത്തനം, நான் உன்னை மன்னித்தேன், நான் ക്ഷമിച്ചു തന്നിരിക്കുന്നു. I forgave you. ഞാൻ നിന്നെ ക്ഷമിച്ചിരിക്കുന്നു. അപ്പോൾ ആ പാപത്തിൻ്റെ ഭാരം മാറിപ്പോകുകയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളിടുന്നു, മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. എൻ്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളിടുന്നു, മാറ്റൊലി ഞാൻ കേട്ടിടും നാട്ടിലെങ്ങുമേ. ക്ഷാമം പൂകുമ്പോ ആടിനാറുമ്പോ, ക്ഷാമം പൂകുമ്പോ ആടിനാറുമ്പോ, വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. അവസാനം 2 സാമുവേൽ 15:33. ഹൂഷായ് എന്നുള്ള മനുഷ്യൻ അങ്കി കീറിയും തലയിൽ മണ്ണും വാരിയിട്ടുകൊണ്ട് ദാവീദിന് എതിരെ വരുന്നത് ദാവീദ് കണ്ട്. അവനോട് ദാവീദ് പറഞ്ഞത്, ഹൂഷായ്, നീ എന്നോട് കൂടെ പോന്നാൽ എനിക്ക് നീ ഭാരമായിരിക്കും, എന്നോട് പോരരുതേ, നീ എനിക്ക് ഭാരമാണ്. സഹോദരങ്ങളെ, നിങ്ങളെയും എന്നെയും തൻ്റെ രക്തം ചൊരിഞ്ഞ് വൃത്തിയാക്കി വെടിപ്പാക്കി തൻ്റെ മക്കളായി, സ്വന്തം മക്കളായി
അവൻ കാത്തു സൂക്ഷിക്കുന്നത് മറ്റവരുടെ ഭാരം ചുമന്ന് ഓട്ടം ഓടി വിരുദ് പ്രാപിപ്പാൻ. മനസ്സിലായവർ കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തി. ഗലാത്യ ലേഖനത്തിൽ പൗലപ്പോസ്തലൻ എഴുതുന്നു, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, അവൻ എനിക്കൊരു ഭാരം എന്ന് നീ മാറിപ്പോകരുത്. കാരണം നാം ആരാധിക്കുന്ന നിസ്തുല്യ ദൈവം നാം എല്ലാവരുടെയും പാപം ചുമക്കുവാൻ, ഭാരം ചുമക്കുവാൻ അവൻ ഇറങ്ങി വന്നവൻ. നമ്മുടെ ഭാരം ചുമക്കുവാൻ ഇറങ്ങി വന്നവൻ. ഐസയ്യാ പ്രവചനം 53-ാം അധ്യായം 3-ാം വചനത്തിൽ, ഐസയ്യാ പ്രവചനം 53-ാം അധ്യായം 4-ാം വചനത്തിൽ, ഐസയ്യാ പ്രവചനം 53, 4, 5, 6 വചനങ്ങളിൽ ഓർക്കുക, 2000 ആണ്ടുകൾക്ക് മുമ്പ് ഒരു സ്ത്രീയുടെ സന്താനമായി, ഉൽപ്പത്തി 3:15, 2000 ആണ്ടുകൾക്ക് മുമ്പ് സ്വർഗത്തോളം എത്തി നിൽക്കുന്ന ഒരു കോവണിയായി, ക്രിസ്തു എന്നുള്ള കോവണിയായി, ഉൽപ്പത്തി 28:12, 2000 ആണ്ടുകൾക്ക് മുമ്പ് സംഖ്യ 24:17 വലിയ പ്രവാചകൻ കണ്ട സ്വപ്നം, യാക്കോബിന്റെ ഗോത്രത്തിൽ നിന്ന് ഒരു ഉദയനക്ഷത്രം ഉദിക്കുന്നത് ഞാൻ കാണുന്നു. 2000 ആണ്ടുകൾക്ക് മുമ്പ് സ്വർഗം വിട്ട് ഇറങ്ങി വന്ന കൈ തൊടാത്ത കല്ല്, ദാനിയേൽ പ്രവചനം 2:34 അവൻ ഇറങ്ങി വന്നത് നാം എല്ലാവരുടെയും വിസനം, 53:3 വിസന പാത്രം ആകുവാൻ വേണ്ടി. നീ ഇനി വിസനപ്പെടരുത് സഹോദരങ്ങളെ, നിങ്ങളും ഞാനും ഇനി വിസനപ്പെടരുത്. അവൻ ക്രൂസിൽ നമ്മുടെ വിസന പാത്രമായി. ആമേൻ, ഹല്ലേലൂയ. അവൻ നമ്മുടെ വിസന പാത്രമായി, നമ്മുടെ ഭാരം ചുമക്കുന്ന വിസന പാത്രമായി. നമ്പർ 1. 2, 53 ഐസയ്യാ 4-ാം വചനത്തിൽ നമ്മുടെ സർവരോഗമും അവൻ വഹിച്ചു. അടുത്ത വചനം നമ്മെ പഠിപ്പിക്കുന്ന, നമ്മുടെ വേദനകൾ ക്രൂസിൽ അവൻ ചുമന്ന്. ഹല്ലേലൂയ. 5-ാം വചനം നമ്മെ പഠിപ്പിക്കുന്ന, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശുവിൻ്റെ മേലായി. 6-ാം വചനം, നാം എല്ലാവരുടെയും അക്രമം ആ ഒരുത്തൻ യേശുവിൻ്റെ മേലായി എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന, നമ്മുടെ ഭാരം ചുമപ്പാൻ ഇറങ്ങി വന്ന് ദൈവമാണ് അവൻ. അത് നമുക്കൊരു പാഠം. നമ്മുടെ ഭാരം അവൻ ചുമന്നെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു സമൂഹമുണ്ട്, ഇടങ്കൈ വലങ്കൈ തിരിച്ചറിയാതെ ബുദ്ധിയും ഉള്ളും എപ്പോഴും അടച്ചേ വച്ചിരിക്കുന്ന ഒരു സമൂഹം. 2 കൊരിന്ത്യർ 2:15 നമ്മെ പഠിപ്പിക്കുന്നു, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിൽ നശിച്ചു പോകുന്നവരുടെ ഇടയിൽ. ഹല്ലേലൂയ. പോരാ പോരാ. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിൽ നശിച്ചു പോകുന്നവരുടെ ഇടയിൽ നിങ്ങളും ഞാനും. ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന. ദൈവം നമ്മുടെ ഭാരം ചുമന്നത് നാം മറ്റവരുടെ ഭാരം ചുമക്കാൻ വേണ്ടിയാണ്. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ ഭാരം ചുമക്കുന്ന ഒരു സമൂഹമുണ്ട്. പൗലോസിനെ ദൈവം വിളിച്ചപ്പോൾ 9:15 അപ്പോസ്തലൻ 9:15 രാജാക്കന്മാർ, ഇസ്രായേൽ ജനം, ജാതികൾ, ഇവരുടെ ഭാരം നീ ചുമക്കും. തിമോത്തിയോസ് ലേഖനത്തിൽ തൻ്റെ തുല്യ ചിന്തകൻ തിമോത്തിയോസിനെ കുറിച്ച് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. 1 തിമോത്തിയോസ് 4:12 അവൻ്റെ മുമ്പിൽ ഒരു സമൂഹമുണ്ട്, വിശ്വാസ സമൂഹം.
അവരുടെ ഭാരം തിമോത്തിയുസേ നീ ചുമക്കണം. മക്കൾ ഇല്ലാതിരുന്നപ്പോൾ ആബ്രഹാമിനെ ദൈവം വിളിച്ച് ഉൽപ്പത്തി 18:19 തൻ്റെ മക്കൾ, തൻ്റെ ഭാവി തലമുറ, അവരുടെ ഭാരം ആബ്രഹാമേ നീ ചുമക്കണം. ജെറമ്യ 7:3-24 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, നിന്നെ വിവാഹം പോലും ചെയ്യുവാൻ അനുവദിക്കാതെ ജെറമ്യാവേ നിന്നെ ഞാൻ വിളിച്ച് വേർതിരിച്ചത് നിന്റെ മുമ്പിൽ നെറ്റിയിൽ പട്ടം വെച്ച് ഇടയ്ക്ക് കെട്ടും കെട്ടി കാല് കണ്ണു മുതൽ തലയില് ചെവി മുതൽ കാല് കണ്ണും വരെ വെള്ളവസ്ത്രമായി വരുന്ന, പുറമേ വെള്ളയും അകത്തെ ശവപ്പറമ്പുമായ ചില ആളുകൾ വരും. ഗോ ടു ദി ടെമ്പിൾ മെയിൻ ഗേറ്റ്, ജെറുസലേം ദേവാലയത്തിന്റെ വാതിൽക്കൽ പോയി നിന്ന് താക്കീത് നൽകുക, നിങ്ങളുടെ നടപ്പും പ്രവൃത്തിയും നന്നാക്കുവിൻ. ജെറമ്യ 7:3 അവരുടെ ഭാരം ചുമക്കുവാൻ, വിവാഹം പോലും ചെയ്യുവാൻ ജെറമ്യാവിനെ അനുവദിക്കാതെ ദൈവം ജെറമ്യാവിനെ വിളിച്ചു. മോശയെ വിളിച്ചതോ 6 ലക്ഷം കുടുംബങ്ങളുടെ ഭാരം ചുമക്കുവാൻ. ഒരു സന്ദർഭത്തിൽ ഭക്തൻ മോശെ നിലവിളിക്കുന്നു, ദൈവമേ ഇത് എനിക്ക് അതിഭാരം. കാരണം ഇവർ പറഞ്ഞാൽ അനുസരിക്കുന്ന ആളുകളല്ല, എപ്പോഴും പിറുപിറുക്കുന്നവർ, എപ്പോഴും ദുരാഗ്രഹികൾ, എപ്പോഴും മത്സരികൾ. സംഖ്യ 11:14 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, സാഷ്ടാംഗം വീണ് ദൈവസന്നിധിയിൽ എന്നെ കൊന്നു കളയണമേ, ഇത് അതിഭാരം. 2000 ആണ്ടുകൾക്ക് മുമ്പ് പിളർക്കപ്പെടുവാൻ, ഐസയുടെ ഭാഷയിൽ പറഞ്ഞാൽ 53:10 പിതാവാൽ തകർക്കപ്പെടുവാൻ വേണ്ടി ക്രിസ്തു യേശു, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന, നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് നീ നന്മയുടെ മുഖം കാണുവാൻ നിനക്ക് വേണ്ടി തകർക്കപ്പെട്ട ഒരു പാറ. പുറപ്പാട് പുസ്തകം 33:21 മോശയോട് പിതാവാം ദൈവം അരുളി ചെയ്യും, ഇതാ എൻ്റെ അടുക്കൽ ഒരു പാറ ഉണ്ട്, അത് പിളർക്കപ്പെട്ട പാറ. മോശേ, ആ പിളർക്കപ്പെട്ട പാറയിൽ ഞാൻ നിന്നെ കൊണ്ട് ആക്കും, നിനക്ക് ദോഷം സംഭവിക്കുകയില്ല. നമുക്ക് വേണ്ടി 2000 ആണ്ടുകൾക്ക് മുമ്പ് പിളർക്കപ്പെട്ട, തകർക്കപ്പെട്ട ഒരു പാറയുടെ ഇടയിൽ ആശ്രയം കണ്ടെത്തുക. നമ്മുടെ ഭാരം അവൻ വഹിക്കും, നിശ്ചയമാണ്. ഹല്ലേലൂയ. മിനിസ്ട്രി ഓഫ് ജീസസ് പ്രയർ ഗാർഡൻസ്, പോസ്റ്റ് ബോക്സ് നമ്പർ 20, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, നെയ്യാറ്റിങ്കര 695121, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471 222 0100.